ഞങ്ങളിന്ന് ഡോർണലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴികൾ എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾ പറയാം. ഇപ്പോൾ പോളിവിട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇത് ആർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഒന്ന് താഴെ കാണുന്നത് റൈറ്റ് ഗോണിക്കുപ്പിൽ പോകുന്നു, ലെഫ്റ്റ് കാണുന്നത് തിത്മത്തി മൈസൂർ. അപ്പോൾ ഈ ഗോണിക്കുപ്പ വഴി തിത്മത്തി വരണമെങ്കിൽ 20 കിലോമീറ്ററാണ്. ഈ നേരെ കാണുന്ന വഴി കൂടി പോവുകയാണെങ്കിൽ 10 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ ആ ഒരു ഡിഫറൻസുകൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ പോളിവിട്ട് എന്നുള്ളവർക്കാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കൂടി നിങ്ങൾ ഇവിടെ വന്ന് തിരിഞ്ഞു പോരുക. ഇത് ഓരോ ദൂരങ്ങളും വഴികളും കാണിച്ചിരിക്കുകയാണ്. തിത്മത്തിക്കുള്ള കിലോമീറ്ററും ഗോണിപ്പ് വന്ന് തിത്മത്തിക്ക് വരേണ്ടതും മൈസൂരിലേക്കുള്ള ദൂരം കാണിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇപ്പോൾ യാത്ര വീണ്ടും തുടങ്ങി. ആർക്കാട് നിന്ന് നമ്മൾ പോകുന്ന വഴി നെല്ലിക്കാട്, അതിനുശേഷം അവിടെ ഒരു ഡിപ്പോ, അങ്ങനെ തിത്മത്തിയിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴി എത്ര മനോഹരമാണ്, കാണാൻ മാത്രം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഈ താഴെ കാണുന്ന സ്ഥലം മുഴുവനും കാപ്പിയായിരുന്നു. ആ കാപ്പി ചെടികളൊക്കെ കംപ്ലീറ്റ് വെട്ടിമാറ്റി ഇപ്പോൾ ഒരു അവക്കാഡോ നട്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ചെടിയാണ് അവക്കാഡോ ചെടി. ഇപ്പോൾ അവർ കാപ്പി കൃഷി നിർത്തി അവക്കാഡോയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പോയി എടുക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് റോഡരികിൽ നിന്ന് കണ്ടതിനെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അവക്കാഡോ ഏറ്റവും പോഷക ഗുണമുള്ള നല്ലൊരു പഴമാണ്. ഞങ്ങളിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തടി ഡിപ്പോ, എല്ലാത്തരം മരങ്ങളും കൊണ്ടുവന്ന് ഇവിടെ ശേഖരിച്ച് ഇവിടുന്ന് ലേലം വിളിച്ചാണ് ഈ മരങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നെല്ലിക്കാട് എന്ന് പറയും. നെല്ലിക്കാടിലേക്ക് പോളിപ്പെട്ടിൽ നിന്ന് 7 കിലോമീറ്ററും തിത്മതിയിലേക്ക് ഇവിടുന്ന് 3 കിലോമീറ്ററും ഉണ്ട്. ഈ കാണുന്ന ഒരുപാട് നല്ല ഈറ്റിത്തടികളും മറ്റുള്ള എല്ലാ തടികളും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഇവിടെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലേലം വിളിച്ച് വാങ്ങാവുന്നതാണ്. ഞങ്ങളിത് പോയപ്പോൾ ഒന്ന് നിങ്ങളെ ഇന്നുണ്ടെന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇപ്പോൾ ഞങ്ങൾ തിത്മത്തിയിലെത്തി. തിത്മത്തി ജംഗ്ഷനാണിത്. പോളിപ്പെട്ട് എന്ന് വരുന്നതും ഗോണിപ്പ എന്ന് വരുന്നതായ ജംഗ്ഷൻ. റൈറ്റിൽ കാണുന്ന വണ്ടി വരുന്നത് പോളിപ്പെട്ട് എന്ന് വരുന്ന ജംഗ്ഷൻ. ആ മുകളിലേക്ക് പോകുന്നത് തിരിച്ചു വരുന്നതും ഗോണിക്കുപ്പ മൈസൂരിലേക്ക് പോകാനുള്ള റോഡാണിത്. ഇത് ഇപ്പോൾ ഞങ്ങൾ തിത്മത്തിയിലുള്ള കാഴ്ചയാണിത്. ഈ തിത്മത്തിയിലേക്ക് ഞങ്ങളിപ്പോൾ 10 കിലോമീറ്റർ പിന്നിട്ട് വന്നു. ഇനി തിത്മത്തിയിൽ ഇവിടെ തന്നെ അടുത്ത് കാണുന്ന ആ ജംഗ്ഷൻ, അത് പൊന്നമ്പേട്ട, അങ്ങനെ 2-3 സ്ഥലത്തേക്ക് പോകുന്നൊരു ജംഗ്ഷനാണ്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് തിരിയുന്നില്ല, നേരെ പോകുന്നത് ഉണുസൂർ മൈസൂർ, ഈ 2 സ്ഥലത്തേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ തിത്മത്തി ചെറിയൊരു ടൗണാണ്. അങ്ങനെ വലിയ ടൗണുകളും ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല, ചെറിയൊരു ടൗണാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുപോവുകയാണ്, ചിത്രീകരിച്ചിട്ട് പോവുകയാണ്. ഞങ്ങൾക്കിനി ഇവിടുന്ന് കുറച്ച് അകലെ ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ പോകുമ്പോൾ ഒരു ആനയെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്
പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞ ആനയെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്ന സ്ഥലവും അതുപോലെ ഗാർഡുമാരൊക്കെ താമസിക്കുന്ന സ്ഥലവും കൂടിയാണ്. ഇത് ഫോറസ്റ്റ് തന്നെയാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നാണ് ഫോറസ്റ്റിലെ പേര്. ഫോറസ്റ്റിൻ്റെ നടുക്കൂടെയുള്ള റോഡും തന്നെയാണ്. ഇപ്പോൾ ഈ സമയത്ത് ആനകളെ കാണാൻ അനുവാദ്യമായ സമയമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതാണ്ട് ഒരു 4 മണിക്കൊക്കെ ആണെങ്കിൽ കുറേ പേര് അവിടെ പോയി ചെന്ന് ആനയെ തീറ്റ കൊടുക്കുന്നത് മറ്റുള്ളതൊക്കെ കാണാനായിട്ട് വന്നിക്കാറുണ്ട്. അത് ഏതാണ്ട് ഈ സ്ഥലത്താണ്. ഈ ഗേറ്റിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഹൈവേ റോഡിലൂടെ മൈസൂർ, അതായത് ഡോർണലി പോവുകയാണ്. ഹുണസൂർ, മൈസൂർ അങ്ങനെ പോകും. ഹൈവേ റോഡിലൂടെ കുട്ടികൾ ബൈക്കിൽ ചെത്തി വിടുകയാണ്. ഞാൻ ഈ കുട്ടികൾ പോകുന്നത് നോക്കുമ്പോൾ നമ്മുടെ പഴയ സിനിമയിൽ ധർമ്മേന്ദ്രനും അമിതാഭ് ബച്ചനും കൂടി ഷോലെ എന്ന സിനിമയിൽ ഒരു പാട്ട് പാടി ഞാൻ ഓർക്കുന്നുണ്ട്. ഏ ദോസ്തുദി ഹം നഹീ ജോഡിംഗേ ജോഡിംഗേ ഹം മദൽ നീരെ സാത്ത് നാം ജോഡിംഗേ. കൂടുതൽ പാടാൻ അറിയാത്തതുകൊണ്ട് നിർത്തുകയാണ്. അപ്പം ഇത് ഈ കാണുന്ന സ്ഥലം ഒരു വഴിയമ്പലമാണ്. ഈ കാണുന്നത് വഴിയമ്പലമല്ല, ചെക്ക് പോസ്റ്റാണ്. വഴിയമ്പലം കഴിഞ്ഞു പോയി. ഇത് ആനച്ചോക്കൂർ ഗേറ്റ് എന്ന് പറയും. ഈ കാണുന്നത് പിരിയാപട്ടണത്തേക്ക് പോകുന്ന റോഡ്, സ്ട്രെയിറ്റ് പോകുന്നത് മൈസൂരിലേക്കും. ആ കാണുന്നത് നമ്മുടെ കൊടുകിൻ്റെയും മൈസൂറിൻ്റെയും ജില്ലയുടെയും അതിർത്തിയാണത്. ചെക്ക് പോസ്റ്റാണ്. പിന്നെ ഈ റോഡ് ഇപ്പോൾ കാണുന്ന ആ പച്ചപ്പ് എല്ലാം എന്താണെന്ന് വെച്ചാൽ മുളയാണ്. ഒരു കാലത്തിവിടെ ഒരുപാട് മുള ഇങ്ങനെ വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചതിന് ശേഷം വീണ്ടും മുളച്ചു വരികയാണത്. അതിപ്പോൾ ഞങ്ങൾ വന്ന വഴി, ഈ സ്ഥലത്തിൻ്റെ പേര് ഹുണസൂർ കൾവെട്ട എന്ന് പറയും. ഞങ്ങൾ ഗോണിക്കുപ്പയിൽ നിന്ന് വന്നിട്ട് ഇനി ഞങ്ങൾ ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ അത്യാവശ്യം ഒന്ന് കാപ്പിയൊക്കെ കുടിച്ച് പോകാൻ ഉദ്ദേശിച്ച് വന്നേക്കണേ. നാം പോകേണ്ടത് കാർ പോകുന്ന റൈറ്റ് സൈഡിലേക്കുള്ളേക്കാണ്. ആ പോകുന്നത് പിരിയാപട്ടണം പോകുന്ന വഴിയാണ്. പിരിയാപട്ടണം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ആ ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു വഴി കണ്ടായിരുന്നല്ലോ, അതാണ് ആ സ്ഥലം കണ്ടത്. ഇത് നമ്മുടെ ഗോണിക്കുപ്പയിൽ നിന്ന് വരുന്ന കിസ്മത്തിൽ നിന്നൊക്കെ വന്നിട്ട് കോഴിക്കോടുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ പോവുകയാണെങ്കിൽ പിരിയാപട്ടണം ചെന്ന് അവിടെ നിന്ന് കുശാലനഗർ, പിന്നെ മലക്കേരി, മംഗലാപുരത്ത് പോകാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ഇത് പോകുന്നത് നമ്മൾ മൈസൂരിലേക്കാണ്. ഇത് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഹുണസൂർ. ഹുണസൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണം. അത് ഞങ്ങൾ പോകുന്നത് ഡോർണലി സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വഴികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പുക പരിശോധന കേന്ദ്രമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല പുക പരിശോധിക്കണമെന്നുണ്ടെങ്കിലൊക്കെ സാധിക്കും. ശരി, ഞാൻ ഇനി അടുത്ത് ഞങ്ങൾ പോകാനുള്ള സ്ഥലത്തേക്ക്
ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ പറയാം. ഞങ്ങളിപ്പോൾ ഉണസൂർ കൽക്കുണിക്ക് സർക്കിൾ എന്ന സ്ഥലത്തേക്ക് ഉണസൂരിൻ്റെ കൽക്കുണിക്ക് സർക്കിൾ ഇത് ഞങ്ങൾക്ക് പോകാനുള്ളത് ഈ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിലേക്ക് അത് KR നഗർ റോഡാണ്. KR നഗർ കൂടി കാരണം നമുക്ക് ഗവൺമെൻറ്റിൽ പോകാൻ ഞങ്ങൾ പോകേണ്ട ഒരു ലെഫ്റ്റ് റോഡാണ്. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിലേക്ക് പോകേണ്ട റോഡിൽ തിരിഞ്ഞു. അത് അങ്ങോട്ട് പോകുന്നത് നേരെ പോകുന്നത് മൈസൂർ പോകാനാണ്. ഞങ്ങൾക്ക് ഡോർണലിലേക്ക് പോകാൻ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ഈ സ്ഥലം, ഈ ഒരു ജംഗ്ഷൻ്റെ പേര് കട്ടമളവാടി എന്നാണ്. കട്ടമളവാടിയിൽ നിന്ന് നമ്മൾ പോകുന്നത് റൈറ്റിലേക്ക് തിരിഞ്ഞ് വേണം പോകാൻ. ആ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ KR നഗരമാണ് ലക്ഷ്യമിടുന്നത്. KR നഗരത്തിൽ കൂടി പോകുന്നില്ല, ഞങ്ങളുടെ ഒരു ഷോർട്ട് വേ ഉണ്ട്, അതിലെ കൂടി പോകും. ഇപ്പോൾ ഇതിൽ കാണുന്ന സ്ട്രൈറ്റ് നേരെ പോകുന്നത് കപ്പിടി എന്ന് പറയുന്ന ഒരു ഹൈന്ദവരുടെ ദേവാലയമുണ്ട്, അവിടത്തേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞ് റൈറ്റിലേക്ക് പോകുന്നത് ഡോർണലിയിലേക്കാണ്. ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് കട്ടമളവാടി. കട്ടമളവാടിയുടെ KSRTC സ്റ്റാൻഡാണ് കാണുന്നത്. ഇവിടെ അത് ഏതാണ്ട് ഉണസൂറിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഉണസൂറിൽ നിന്ന് ഞങ്ങൾ 6 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ആ സ്ഥലം പിന്നിട്ട് ഇപ്പോൾ ഷോർട്ട് വേയിലുള്ള മൺ റോഡാണ്. ഈ മൺ റോഡ് നേരെ കാണുന്നത് അങ്ങോട്ട് KR നഗരം പോകും. ഈ മൺ റോഡ് ഞങ്ങൾ ഷോർട്ട് വേ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മൺ റോഡ്. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു 12 കിലോമീറ്ററോളം വളരെ നല്ല റോഡും അതുമാത്രമല്ല കൂടുതൽ ട്രാഫിക്കൊന്നും ഇല്ലാതെ വളരെ സുഗമമായിട്ട് പോകാൻ പറ്റിയൊരു റോഡും കൂടിയാണ്. കാരണം ഒറ്റ റോഡാണ്, എങ്ങും തെറ്റേണ്ടതില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു റൈറ്റിലേക്ക് തിരിയേണ്ടത്, ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ ആ സ്ഥലവും കൂടി ചിത്രീകരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. മൺ റോഡാണെങ്കിലും നല്ല റോഡ് തന്നെ, വിഷമിക്കും. മൺ റോഡ് ഏതാണ്ടൊക്കെ കഴിയാറായി. ഇനിയിപ്പോൾ നല്ല റോഡുകളാണ് വരാൻ പോകുന്നത്. ഞങ്ങളെ മൺ റോഡിൽ നിന്ന് വന്നെത്തിക്കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞ് ഇത് കണ്ടോ, ഇനി താർ റോഡാണ്. താർ റോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ലാതെ വളരെ സുഗമമായിട്ട് പോകാൻ പറ്റിയ ഒരു റോഡാണ്. പക്ഷേ എവിടെയും തെറ്റേണ്ട ആവശ്യമില്ല, എവിടെയും വളയും തിരികെ ഒന്നും വേണ്ട, നേരെ കാണുന്ന റോഡാണ്. അതിനിടയ്ക്ക് ഒരു 2 ക്രോസ് റോഡുണ്ട്. പക്ഷേ ക്രോസ് റോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടും പോകരുത്, നേരെ തന്നെ പോവുക, ഇടമോ വലോ തിരിഞ്ഞ് പോകാതെ നേരെ പോകുക. ഞങ്ങൾ വന്നത് ഈ ഓട്ടോ വരുന്ന വഴി കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇതൊരു പല സ്ഥലത്തു കൂടി പോകുന്ന റോഡാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അത് വഴി ഈ ഓട്ടോ വരുന്ന അതിലെ കൂടി തന്നെ പോവുക, ഇതിൻ്റെ നേരെ പോവുക. ആ ഓട്ടോ പോകുന്ന വഴി കൂടി തന്നെ പോയാൽ മതി. അപ്പോൾ അത് നമ്മൾ ഫുൾ റൈറ്റ് ആയിരിക്കണം, റൈറ്റിൽ കൂടി തന്നെ പോയാൽ മതി. ഇപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഇനി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ റോഡിൻ്റെ ഹെൻഡുണ്ട്, അവിടെ വെച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ എവിടെ തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ പൊയ്ക്കൊള്ളുക. ഇതാണല്ലോ. പക്ഷേ ഇത്തിരി റോഡ് വളരെ മോശമാണ്, അപ്പോൾ അതുകൂടി നോക്കി പോകുക. ശരി, ഞാനും നമ്മളെ പൈലറ്റും കൂടി ഇനിയിപ്പോൾ പോവുകയാണ്. ഓക്കെ, ബായ്. ഞങ്ങളിപ്പോൾ ഡോർണലിയുടെ ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അടുത്തെത്തിയിരിക്കുകയാണ്. അത് വരുന്നത് KR നഗരത്തിൽ നിന്ന് വരുന്നതാണ്. ഈ റോഡ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇത് മൈസൂറും പോകും, അതുപോലെ ഡോർണലിലേക്ക് പോകുന്ന അതാണ്. ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ ഫുൾ ലെഫ്റ്റിലേക്ക് പോകണം ഡോർണലിലേക്ക്. അപ്പോൾ റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ഡോർണലിൽ പോകുന്ന വഴി. അത് ഇവിടെ തന്നെ ഒരു ആർച്ചുണ്ട്. നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും മിസ്സങ്ങ ഉണ്ടെങ്കിൽ ആർച്ച് നോക്കിയാലും മതിയാവും. ഈ സ്ഥലത്തിൻ്റെ പേര് ദൊഡ്കുപ്പല്ലു എന്നാണോ ഒണ്ടിക്കുപ്പലാണെന്ന് അറിയില്ല, ഈ രണ്ടിലേതോ ഒരു പേരാണ്, എനിക്ക് കൃത്യം അറിയില്ല. അതുകൊണ്ട് ഒന്ന് ചോദിച്ചാലും മതി, ആരെങ്കിലും പറഞ്ഞു തരും ഡോർണലിൽ പോകേണ്ട വഴി. ഇപ്പോൾ ഞങ്ങൾ
ഇത് ഈ സ്കൂട്ടർ പോകുന്ന ഈ ലെഫ്റ്റ് റോഡിൽ കൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഡോർണല്ലി പോകുന്ന വഴിയാണ്. ആ നേരെ പോയത് മൈസൂറിലേക്ക് പോകും. KR നഗർ ടു മൈസൂർ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ദൊഡ്കുപ്പിൽ നിന്ന് ഡോർണല്ലി പോയിക്കൊണ്ടിരിക്കുക. ഡോർണല്ലി പോകുന്ന റോഡാണിത്. പക്ഷേ ഇത്തിരി ഇടുങ്ങിയ റോഡാണ്. വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാവരും പോകാൻ. ഇവിടെ കുട്ടികളും കന്നുകാലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നുണ്ടാവും. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഡോർണല്ലി സെയിൻറ്റ് ആൻ്റണി ദേവാലയത്തിലേക്ക് ഇനി 1 കിലോമീറ്റർ ബാക്കിയുള്ളു. ബാക്കി എല്ലാ ദൂരവും ഞങ്ങൾ പിന്നിട്ട് ഇപ്പോൾ ആ ദൂരെ അങ്ങ് കാണുന്നതാണ് സെയിൻറ്റ് ആൻ്റണീസ് ബസലിക്ക ചർച്ച്. ഞങ്ങളിപ്പോൾ ചർച്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇനി അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം. ഞങ്ങളിന്ന് 2-3 നേർച്ച കാര്യങ്ങളുണ്ട്. അതും പറ്റുമെങ്കിൽ ചിത്രീകരിക്കണം. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ യാത്ര ഏതാണ്ട് 10:30 നമ്മളിവിടെ എത്തി. പോളിപ്പെട്ട് വിട്ട് 8 മണിക്ക് വിട്ട് ഇവിടെ 10:30 നമ്മൾ വണ്ടിയൊക്കെ വെച്ച്. ഇത് നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഞങ്ങൾ 2 പേരാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ